പച്ച ശരിയാക്കുമ്പോ മഞ്ഞ പോവും, മഞ്ഞ ശരിയാക്കുമ്പോ ചുവപ്പ് പോവും. ബുദ്ധി കൂടാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ച. ഇതിപ്പോ ഉള്ള ബുദ്ധി പോയി ഭ്രാന്തനാവല്ലേ ഞാൻ. എനിക്ക് ഭ്രാന്ത് പിടിക്കണം. നീ റുബിക്കൂബ് വാങ്ങിച്ച? ഇതിന്റെ അല്ല, കുടുംബശ്രീയുടെ കാര്യം ആലോചിച്ച്. അതിലാലോചിക്കാൻ തിരിക്കണ അതിൻ്റെ അകത്തുള്ള എല്ലായിടത്തിനും മുഴു ഭ്രാന്തല്ലേ. എല്ലാ കുടുംബശ്രീക്കാരും നാടിന് ഗുണമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് ADS സർക്കുലർ ഇറക്കിയിരിക്കണം. അത്രേ ഉള്ളുവാ. നിങ്ങൾ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അതാണ് നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗുണമുള്ള പ്രവൃത്തി. ഒരു ചോരത്തിളപ്പിന് എല്ലാത്തിന്റെ കയ്യും കാലും പിടിച്ച് പ്രസിഡന്റ് ആയത് വിനയായെന്നാണ് തോന്നണ. ഇപ്പൊ എന്ത് ചോര കിടന്ന് തിളച്ചിളച്ച് വറ്റിപ്പോയാ? ഞാൻ അറിഞ്ഞ മനുഷ്യ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പ്രസിഡന്റാണ് സംഘടിപ്പിക്കാന്നുള്ളത്. എടി പിന്നെ നീ എന്തൊരു വിചാരിച്ച്? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ നീക്ക് നാലെണ്ണം കൂടി മറ്റുള്ളവരെ കുശുമ്പും കുഞ്ഞാമി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സ്ഥലമല്ല. അയ്യോ, അത് നമ്മൾ ആരുടെയും കുശുമ്പും കുഞ്ഞാമി പറയുന്നതല്ല, സൊസൈറ്റിയെ പറ്റി ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പഴാണ് നിങ്ങൾക്ക് കൊണ്ടല്ലോ ഒരു പുരുഷ സ്വയ സഹായ സംഘം. അതിനെന്താ കുഴപ്പം? അതിലെ പ്രസിഡന്റും സെക്രട്ടറിയുമായ ശ്രീമാൻ ഇട്ടിയും ശ്രീമാൻ ഭാർഗവനും ആഴ്ചതോറും വീടുകൾ കയറി പൈസ പിരിച്ച് വെടിപ്പായ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വെടിപ്പായ കൊണ്ടുപോണ രണ്ടുപേരെ കാണാനില്ല നാട്ടില് 2 മാസമായിട്ട്. അത് നമ്മുടെ കാമിനി എന്നു പേരുള്ള പുരുഷ സ്വയം സഹായ സംഘത്തിനെ വിപുലീകരിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിലുള്ള ഹൈക്കമാൻഡായ ജഡ്ഡുബായുടെ അടുത്ത് സംസാരിക്കാൻ പോയിരിക്കുകയാണ് അവർ രണ്ടുപേരും. വിപുലീകരിക്കും ഇവരെയൊക്കെ പോക്കറ്റ് വിപുലീകരിക്കും. നിങ്ങൾ അത് വിടി, എനിക്ക് എന്തെങ്കിലും പറഞ്ഞാ? നാളെ സ്വരാക്ഷരങ്ങളും ചില്ലുകളും പറഞ്ഞുതരാം. എടി വല്ല പൊതിച്ചോറ് വിതരണോ, അല്ലെങ്കിൽ അത് വേണ്ട, ബക്കറ്റ് പിരിവ്. അതാണ് ഇപ്പം നാട്ടിലെ ഏറ്റവും ഗുണമുള്ള കാര്യം. അത് ചെയ്യും, നല്ലതായിരിക്കും. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട്. എന്നാ ബക്കറ്റ് വേണ്ട, സ്റ്റാൻഡേർഡ് ആയിട്ട് അണ്ടാവ് എടുക്കാം. അണ്ടാവ് പിരിവ് വലിപ്പമുണ്ട്, അപ്പൊ അതിനനുസരിച്ച് പണവും വീണോണ്ടിരിക്കും. ആളുകൾക്ക് നമ്മളോട് പെട്ടെന്ന് എടുക്കാൻ പറ്റണ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങളെ അറിയാവുന്നവരാരെങ്കിലും നിങ്ങളോട് അടുക്കോ ചലച്ചേ? നീ ചിരിപ്പിക്കാതെ എങ്ങനെ? അമ്മിക്കടുത്ത് തലക്കിട്ട് കൊടുത്താലാ? അമ്മ അച്ഛനൊക്കെ ഇരിക്കുന്നു. ഈടാ നിനക്കിപ്പോ നല്ല കണ്ണ് കാണാടാ. പിന്നെ സൂപ്പർ ആയിട്ട് കാണാം. ഇതെത്ര? 5. വാ. ഇവ എന്ത് കണ്ണാടിയൊക്കെ വെച്ച്? നീ കരണോട് കൂടെ വെളുപ്പിനെ ഇങ്ങോട്ട് പോയടാ. അച്ഛാ, നമ്മളൊരു നേത്ര പരിശോധന ക്യാമ്പിൽ പോയതാണ്. എന്റെ കണ്ണ് കാണിക്കാൻ വേണ്ടിയാണ് പോയത്. ഈ കൂട്ടത്തിൽ അവന്റെ കണ്ണു കൂടെ കാണിച്ച് അവര് നേരെ അവരെ പിടിച്ചോണ്ട് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണ് ഒരു കണ്ണാടിയും വെച്ചു കൊടുത്ത്. ഓപ്പറേഷനാ? ഈയിടെ ഇത് ആർക്കെങ്കിലും പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊക്കെ വേണ്ടി അവര് ചെയ്യാൻ. അത് പിന്നെ അച്ഛാ കണ്ണ് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മള് പേഷ്യൻ്റായി എൻ്റെ അടുത്ത് പോലും ചോദിച്ചില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പിന്നെയല്ലേ ബാക്കിയുള്ളവരുടെ അടുത്ത്. പിന്നെ എനിക്കൊരു സർജറി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. ഇങ്ങോട്ട് നോക്കി സാധിച്ച്. നാളെ ഒരു ഹൃദയ പരിശോധന ക്യാമ്പുണ്ട്. ഇവനെയും കൊണ്ട് ഞാൻ പോവേണ്. അച്ഛൻ പറഞ്ഞ ഞാനില്ല. ചുമ്മാ വെച്ചാ വാടാ. അങ്ങോട്ടല്ല ഇങ്ങോട്ടാ. കണ്ണാണത്തോണ്ട് യൗമാരെന്താ ഇങ്ങനെ ആയിപ്പോയാ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? മുളച്ചാ എന്ത് കയ്ക്കോ? എനിക്കിപ്പോ ഒരു ഐഡിയ കിട്ടി. യൗമാര് പറഞ്ഞ മെഡിക്കൽ ക്യാമ്പ് നമുക്ക് തുടങ്ങിയാലേ? നല്ല തീരുമാനം. ഞാൻ ജംഗ്ഷനിൽ പോയേ ഇവിടത്തെ ആളുകളേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. എന്തിനി? ഇന്നും കൂടെയല്ലേ അവരെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. നിങ്ങളെ ക്യാമ്പ് സന്ദർശിക്കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റുമോ എന്നും സംശയമാണ്. അപ്പൊ പോയിട്ട് വരാം. പിന്നെ മറ്റവന്റെ കണ്ണ് അവിടെ തന്നെ ഉണ്ടാ നോക്കിയാരേ ചെറുക്കന്മാര്. ഈ കുടുംബശ്രീയിൽ അംഗം എന്ന നിലയിൽ എന്നോട് ചോദിക്കാതെ മെഡിക്കൽ ക്യാമ്പ് തീരുമാനിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ആദ്യം നീ മെഡിക്കൽ ക്യാമ്പ് എന്താണെന്ന് പറ, എന്നാൽ ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. അതിന്റെ ഉത്തരം എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്, പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചി ഇത് വിജയിക്കോ? അത് പിന്നെ വിജയിച്ചില്ലെങ്കിലേ ചേച്ചിയെ പൊളഞ്ഞി കൊണ്ട് മുട്ടയടിച്ച് തൂക്കിൽ കിടത്താം. കഴുതപ്പുറത്തും കൂടെ കയറ്റണം. കഴുതപ്പുറത്തും കയറ്റാം. ഓടി. ഇത്രയും നാളും നമ്മൾ നടത്തിയ പരിപാടി ഏതെങ്കിലും വിജയിച്ചതാണ്? തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല, ഒന്നും വിജയിച്ചിട്ടില്ല. ഇത് 100% റിസൾട്ട് കിട്ടുന്ന പരിപാടിയാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു. കാരണം ഇതിൽ എന്റെ മികച്ച ഒരു പ്ലാൻ ഉണ്ട്. എന്താണ് ആ പ്ലാനിങ്? അത് പിന്നെ ഒരു പുണ്ണാക്കൂല്ലെന്ന് മനസ്സിലായി. ഏറെക്കുറെ. നമുക്കൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം ചേച്ചി. എന്തിനു? നിന്റെ കല്യാണം നടത്താനാ? ശാന്ത ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ചോദിച്ചത് ക്യാമ്പ് നടത്താനെന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ക്യാമ്പ് നടത്താൻ ഓഡിറ്റോറിയം തന്നെ വേണ്ട. പകരം നമ്മുടെ ട്രഷറർ ചന്ദ്രയുടെ വീട് തന്നെ നമുക്ക് ക്യാമ്പിന് എടുക്കാം. അയ്യോ, അത് പറ്റൂല ചേച്ചി. അവിടെ മൊത്തം വൃത്തികേടായി പൊടിയൊക്കെ പിടിച്ച് അഴുക്കായിട്ട് കിടക്കണ്. കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം.
അതല്ല ശരിക്കുള്ള പ്രശ്നം. അവിടെ വിളിച്ചു ഒട്ടുമില്ല. സാരമില്ല, എമർജൻസി ഞാൻ കൊണ്ടുവന്നോളാം. ആ വിളിച്ച ശാന്ത ശരിയാക്കും. അതല്ല ശരിക്കുള്ള പ്രശ്നം. മതി മതി മതി. ക്യാമ്പിന് പറഞ്ഞവർക്കും പോണവർക്കെ ചായ പരിപ്പോടെയൊക്കെ ഉണ്ടായിക്കൊള്ളണം ആലോചിച്ചാണ് ഇവിടെ അവിടെ വേണ്ടെന്ന് പറയണത്. എന്ത് ചേച്ചി, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കൂ. എനിക്ക് ക്യാമ്പ് ഇവിടെ വീട്ടിൽ ചെന്ന് നടത്താം. അതല്ല ശരിക്കുള്ള ക്യാമ്പ് എന്റെ വീട്ടിൽ മതി, ഇവിടെ വീട്ടിൽ വേണ്ട. 100% സപ്പോർട്ട്. ആ ഇനിയിപ്പോ 5 കടി മാറ്റിട്ട് കണക്കിൽ 25 കടിയുടെ പൈസയും കാണിക്കും കേട്ടാ. നീ എന്തിനു നാണം കൂടി നീക്കണ? അല്ല, നീ എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞോണ്ടേ. അഥവാ എന്റെ 2ാമത്തെ കല്യാണം നടക്കണമെങ്കിൽ നിനക്ക് ബിരിയാണി വേണോ സദ്യ വേണോ? ഇഡലി സാമ്പാർ മതി. തലേന്നാ അല്ല നിന്റെ 16-ന്. പിന്നെ ചേച്ചി, ക്യാമ്പിന് ഏത് ഡോക്ടറിനെയാണ് കൊണ്ടുവരണ? നമ്മളെ ഗുണശേഖരൻ ഡോക്ടറിനെ. അയ്യോ, അയാൾ മെന്റലിന്റെ ഡോക്ടർ അല്ലേ? മെന്റലിന്റെ ഡോക്ടർ ഒന്നുമല്ലേ, ഇവിടുത്തെ ആൾക്കാരെ ചികിത്സിച്ച് അങ്ങേർക്ക് മെന്റൽ ആയതാണ്. നല്ല ഡോക്ടറാണ്, തമ്പുരാൻ അറിയാം. എനിക്ക് ചികിത്സിക്കാൻ നാട്ടുകാരെയും കണ്ടില്ലല്ലോ രഘു, എവിടെ പോയി? ചികിത്സിക്കാൻ പോകുന്നത് ഡോക്ടറാണെന്ന് അവർ അറിഞ്ഞു കാണും, അതായിരിക്കും വരാത്തത്. ഈ ചായ ആരാ ഉണ്ടാക്കി? ഞാനാണ്. ഇതിനേക്കാളും ഞാൻ കഷായം കുടിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ ഞാൻ പോയി ഒരു ഗ്ലാസ് കഷായം കൊണ്ടുവരാൻ കുടിക്കാനായിട്ട്. എനിക്ക് സമയമല്ല, കുറെ നേരമായല്ലോ, ആരും കണ്ടില്ല. ഞാൻ പറയാം. ഡോക്ടർ നാട്ടുകാര് വരാൻ താമസിക്കും. ഏതോ വിളിക്കാത്ത കല്യാണത്തിന് എല്ലാം കൂടെ കൂട്ടത്തോടെ പോയിരിക്കണമെന്ന്. ഷടാ, ഞാനപ്പോ അത്രയും നേരം ഇവിടെ ചൊറിയും കുത്തിയിരിക്കണം എന്നാണോ ജലജ പറയുന്നത്? പിന്നല്ലാതെ ക്ലിനിക്കിലാ ഡോക്ടർ ചൊറി കുത്തിയാണ് ഇരിക്കണത്. ഇനിയിപ്പോ ഇവിടെ ഒന്ന് ചൊറി കുത്തിയിരിക്കാനാ? മോശം മോനെ, നിന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. നീ എനിക്കിട്ടുണ്ടാക്കി എന്നെ ഉണ്ടാക്കിയ തന്തയാക്കരുത് കേട്ടോ. ഒരു കാര്യം ചെയ്യാം ഡോക്ടർ, തൽക്കാലം ഇവിടെ ഉള്ള വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പരിശോധിക്കാം, പോരെ? ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഈ നാറി ഞാൻ പരിശോധിക്കില്ല. വേറെ ചെസ്സിലോ ദിലീപോ? എന്താ മോനെ, കണ്ണിന് എന്ത് പറ്റി? ഒരു ഓപ്പറേഷൻ ചെയ്താണ് ഡോക്ടർ. ഓ ഐ സി. എന്തായിരുന്നു കണ്ണിന് അസുഖം? കണ്ണിന് വേറെ അസുഖമൊന്നും ഇല്ലായിരുന്നു, ഫ്രീ ഓപ്പറേഷൻ എന്ന് കേട്ടോണ്ട് ചെയ്തേ ഉള്ളൂ. വെരി ഗുഡ്. എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും അങ്ങ് വാങ്ങിച്ചോളണം കേട്ടോ. നല്ല കുട്ടി. ഉറപ്പായിട്ടും അച്ഛൻ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഹലോ, നിൽക്കണ കടവാതിലാണല്ലേ നിങ്ങളുടെ തന്ത? അതെ. കൊറേ നേടും നിങ്ങള്. ഇടത്തെ കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. ആണോ? എങ്കിൽ മോൻ പേടിക്കണ്ട, എന്നെ പോവാൻ നേരത്തെ വന്ന് കണ്ടോളൂ. ഞാൻ ഒരു സർജറി കൂടെ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അടാ. ഓ ആയിക്കോട്ടെ. ശാന്ത, നീ എവിടെ പോയി കിടക്കണം? ഇവിടെ ഡോക്ടർ വന്ന് നിക്കണെന്ന്. ഒരു കസേര ഇട്ട് കൊടുക്കി. ഞാൻ ബ്യൂട്ടി പാർലറിൽ നിൽക്കണം. ബ്യൂട്ടി പാർലറല്ല, എന്തിന്? ക്യാമ്പ് ഫയർ ഒക്കെ ഉള്ളല്ലേ ചേച്ചി? ചൂടടിച്ച് ഞാൻ കറുത്തു പോയാലാ. ക്യാമ്പ് ഫയറാ? നീ പെട്ടെന്ന് വാ. നല്ല ചെറി. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാൻ വന്നത്. കണ്ടോണ്ടിരിക്കല്ലോ നമുക്ക്. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാം, എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കാം, നമുക്ക് രണ്ടുപേർക്കും കണ്ണും കണ്ട് നോക്കിയിരിക്കാം. ഡോക്ടറിന് വട്ടുണ്ടാ? നിങ്ങളൊക്കെ എന്നെ കളിയാക്കുവാണോ? പോയി പേഷ്യൻസിനെ കൊണ്ടുവരൂ. ഡോക്ടർ, എന്റെ ഭർത്താവിന് കാലിൽ ചെറിയ വേദനയുണ്ട്. പേഷ്യൻസ് ഇരുന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നിട്ട് പുള്ളിക്കാരൻ എവിടെ? അങ്ങേര് വന്നിട്ടില്ല. പിന്നെ പുള്ളിക്കാരന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിത് മതി, ഈ ഫോട്ടോ തന്നെ ധാരാളം. ഞാൻ തൊട്ടു നോക്കാം, പനിയുടെ നോക്കാനേ. നല്ല പൊള്ളുന്ന പനിയുണ്ട് കേട്ടോ. കഫക്കെട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. മുഖം കണ്ടാലേ അറിയാം. ഈ തെണ്ടി എനിക്ക് നേരിൽ കാണാൻ പറ്റോ? എന്തിനാ ഡോക്ടർ, സീരിയസ് ആണോ? എവന്റെ 2 കാല് എനിക്ക് തല്ലി ഓടിക്കാൻ. കാല് 2 തള്ളി ഓടിച്ചതിന് ശേഷം ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. എവന്റെ 2 കാല് തല്ലി ഓടിച്ചത് നിങ്ങളാണെന്ന് പറയാൻ. 2 ദിവസം അകത്തിടക്കുമ്പം നിനക്ക് തലയ്ക്ക് വെളിവ് വീഴും. ഗോ 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 ഗോ, ഔട്ട് ഔട്ട്. ശരി ഡോക്ടർ, ഞങ്ങൾക്ക് ഭ്രാന്ത് തന്നെ. പണ്ണ, നിന്നെ ഞാൻ ഒരിക്കലും വിടാൻ പോകുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കാണുന്നെങ്കിൽ ഞാൻ കടിക്കും. രാജപ്പേട്ട, നിങ്ങൾ അവിടെ നിൽക്കണേ, ഡോക്ടർ വന്നിരിക്കണേ. നിങ്ങൾ വരാന്ന് പറഞ്ഞതല്ലേ? എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല ജലജേ. അതെന്തൊരു വർത്താനം, വരാന്ന് പറഞ്ഞിട്ട്? പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തോണ്ട് വരണ്ടാന്ന് വെച്ച്. നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കേ. അവതാ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്താറായി.
യെസ്. ഇത് മറ്റേ ചോട്ടാ ഭീമന്റെ മന്ത്രവാദിനിയല്ലേ? നോക്കിയിരിക്കുന്നു ഞാൻ നിന്നെ. ഞാൻ ശാന്ത. ഓ ശാന്ത, ശാന്ത കം ഓൺ, സിറ്റ് 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 സിറ്റ്. എന്താണ് പറയൂ ശാന്ത, എന്താണ് നിങ്ങളുടെ അസുഖം? ഡോക്ടറെ, എനിക്ക് 3 മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റില്ല. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ 3 മിനിറ്റ് ശ്വാസം പിടിച്ചു വെക്കുന്നത്? യേശുദാസിന്റെ ഗംഗേ പാട്ടിന്റെ റെക്കോർഡ് പൊട്ടിച്ച് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി. ഓ അടുത്തത് നീ കയറും. 3 മിനിറ്റ് അല്ല, 5 മിനിറ്റ് ശ്വാസം പിടിച്ച് നിൽക്കണം. പക്ഷെ ഗിന്നസ് ബുക്കിൽ കയറൂല, ചർമ്മകുളത്തിൽ കയറും, അല്ലെങ്കിൽ ഞാൻ കയറ്റും. വയസ്സാം കാലത്ത് തള്ളര പേക്കോത്ത്. ഡോക്ടറെ, പിന്നെ എന്റെ മുഖം ഐശ്വര്യയുടെ മുഖം കണക്കാക്കാൻ പറ്റോ? പറ്റും. കടയിലെ ഐശ്വര്യയുടെ മാസ്ക് കിട്ടും, മായ്ച്ചു വെച്ച് നടന്നാൽ മതി. വെള്ള ചേലായിരിക്കും. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എവിടെ കിട്ടും? ഇറങ്ങുതള്ളേ, എന്തേ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോതള്ളേ. മനസ്സിനെ മടക്കെടുത്താനായിട്ട്. ഡോക്ടറെ, ആ കടയുടെ പേര്? എടുത്തില്ല. ഡോക്ടർ മോനെ, ഞമ്മക്കിപ്പോ പണ്ടത്തെ പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല, തീരെ വിശപ്പില്ല. ഇന്ന് പോയ കല്യാണത്തിന് ആകെ 5 പന്തി ചോറാണ് നമ്മൾ കഴിച്ചത്. അതൊരു പ്രശ്നമാണോ? അത് ഇക്കാക്കൊരു പ്രശ്നമായിരിക്കില്ല, മറിച്ച് കല്യാണം നടത്തുന്ന കല്യാണ പെണ്ണിന്റെ തന്തയ്ക്ക് ഒരു പ്രശ്നമായിരിക്കും. അതവിടെ നിൽക്കട്ടെ, ഞമ്മക്കിപ്പോഴേ കക്കൂസിൽ പോലും പോവാൻ തോന്നണില്ല. ഇക്കാക്ക കക്കൂസിൽ പോകാനായിട്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ, വയറിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, എന്നാലേ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കൂ. ഡൈജഷനൊക്കെ സംഭവിക്കാൻ നമ്മൾ പെസ്റ്റ് കുടിക്കുന്നുണ്ട്, ഇനി അത് ഏഴപ്പനാക്കണോ ശവനപ്പ്? ഇങ്ങനാണെങ്കിൽ നിങ്ങൾ കുറെ സാധിക്കും. കക്കൂസിൽ പോകാൻ ഒരു ചുള്ളിക്കമ്പനി എഴുതി തരാം, മനസ്സിലായല്ലേ? ഓ നമ്മളെ നോക്കിക്കോളാം. നാട്ടുകാരെല്ലാം കല്യാണം കഴിഞ്ഞ് ഇതുവരെ എത്തിയില്ലേ? മിക്കവാറും കൂട്ടത്തോടെ അടുക്കളയിലും കൂടെ പോയി കാണും. പറയുമ്പോലെ ജമാലിയമ്മ അടുക്കളയ്ക്ക് പോവാത്ത, അടുക്കളയിൽ പോണ വണ്ടിയിൽ കയറ്റി കാണൂല, അത് തന്നെ കാര്യം. മീന ചേച്ചി മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി, വരണില്ലേ? അയ്യോ, എനിക്ക് വയ്യ. നിങ്ങളൊക്കെ സംഘടിപ്പിക്കണതല്ലേ, എനിക്ക് കുറച്ചു കാലം കൂടെ ജീവനോടെ ഇരിക്കണമെന്നുണ്ട്. എന്തൊരു വർത്താനം. നാട്ടുകാരൊന്നും വരണേ ഇല്ല, പരിപാടി കൊളായെന്നാണ് തോന്നണത്. എനിക്ക് ശരീരം തളരണം, പ്രഷർ കയറിയാന്തോ. ഡോക്ടറിന് കാണിച്ചേക്കാം. 5 മണിയായി, ക്ലിനിക്കിൽ പോയാലും അവിടെയും വെറുതെ ഇരിക്കാണല്ലോ. ഡോക്ടർ, പ്രഷർ കുറഞ്ഞെന്നാണ് തോന്നുന്നത്, ശരീരമൊക്കെ തളരാണ്. ഓ കമോൺ, ഇരിക്കൂ. പ്രഷർ വന്നാൽ നമ്മൾ അപ്പൊ തന്നെ നോക്കണം. ഓക്കെ, കൈ നീട്ടു. അയ്യോ, ഇത് ഭയങ്കരമായിട്ട് പെരുവാണ്. പെരുകും, നല്ല പ്രഷർ ഉണ്ട്, അതാണ് ഇതിന് പെരുകുന്നത്. 300 എത്തിയിട്ടുണ്ട് പ്രഷർ. ഡോക്ടർ, എനിക്ക് പേടിയാവണ്. പേടിക്കേണ്ട കാര്യമില്ല ജലജ, ഈ മെഷീൻ 100% ജെനുവിനാണ്, പക്കയാണ്, ഒരു പ്രശ്നവും വരില്ല. മിസ്റ്റർ രഘു, പറയാം ഡോക്ടർ, മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേറെ ഏതെങ്കിലും നല്ല ഡോക്ടറിനെ വിളിക്കണോ? നമുക്ക് അടിയന്തരമായി ഈ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണം. കാരണം നിങ്ങളുടെ ഭാര്യ ജലജ പ്രഷർ നോക്കുന്നിടയിൽ പ്രഷർ മെഷീൻ പൊട്ടിത്തെറിച്ച് അബോധാവസ്ഥയിലായി. അതെങ്ങനെ പൊട്ടിത്തെറിച്ച? ലുക്ക് രഘു, യു ഡോണ്ട് വറി, ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ്. പ്രഷർ നോക്കുന്ന മെഷീനാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കൊണ്ടുവന്നതോ കാറിൻ്റെ ടയറിൻ്റെ പ്രഷർ അടിക്കുന്ന മെഷീൻ. നിന്ന് പെരുവി പുള്ളിക്കാരി. അപ്പോൾ ഞാൻ പോകുന്നു. ഇത്രയും ഒപ്പിച്ചിട്ട് പോണാ? ഒരിക്കലുമില്ല, ഞാൻ മുങ്ങുന്നു. പോയി ജലജേ. അയ്യോ ഗൂയ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇങ്ങോട്ട്